നമ്മുടെ ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ പുഡിംഗ് ആണ്. ഞാൻ സെയിൽ ചെയ്യുന്ന സെയിം റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു പാക്കറ്റ് മിൽക്കിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് പൈനാപ്പിൾ ഒരു 300 ഗ്രാം അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് മാറ്റാം. ഒന്നുകിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി കൊടുക്കാം. ഞാൻ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ മധുരം പോലെ പഞ്ചസാര ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിച്ചിട്ട് പകുതി ഭാഗം നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് നിരത്തിയെടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു പാക്കറ്റ് പാലൊരു പാനിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ അഗർ പൗഡർ വെച്ചിട്ടാണ്, ചൈന ഗ്രാസ് പൗഡർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു പുഡിങ്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലിലേക്ക് കട്ട് ചെയ്തെടുക്കുന്ന ടെക്സ്ചറിലേക്ക് 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ചൈന ഗ്രാസ് സ്ട്രിപ്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പാക്കറ്റ് പാലിന് 12 ഗ്രാം എടുത്താൽ മതി കേട്ടോ, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ട്രേയുടെ ടോപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ടോപ്പ് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി ഒരു പൈനാപ്പിൾ പീസസും കൂടി കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 4-5 മണിക്കൂർ അങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത് ഇതുപോലെ നല്ല കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടെക്സ്ചറിലേക്ക് നമ്മുടെ പുഡിംഗ് കിട്ടുവേ. ട്രൈ ചെയ്ത് നോക്കണേ.